എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ എന്ന് വെച്ചാൽ ഏകദേശം കഴിഞ്ഞ വർഷം ഒക്ടോബർ തൊട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ആ സമയം മുതലേ ഞാൻ എടുത്തു വെച്ച കുറേ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ഇത് ചേച്ചിക്കാണ്. അപ്പം നമ്മുടെ ടൈറ്റിലും തംബ്നെയിലും ഒക്കെ കണ്ടപ്പോൾ ആൾക്കാർക്ക് പിടിയിട്ടുണ്ടായിരിക്കും. അപ്പം ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റയിലും ഒന്നും ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സംഭവം ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു അനുചേച്ചിയുടെയൊക്കെ വീടിൻ്റെ പാല് കാച്ച്. ആ ടൈമിലാണ് നമ്മൾ പെട്ടെന്ന് അറിയുന്ന അനുചേച്ചി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരും പാല് കാച്ചിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സിലൊക്കെ ഇരുന്നപ്പോൾ പെട്ടെന്നൊരു എക്സ്ട്രാ സ്വീറ്റ്നെസ് എന്ന് പറഞ്ഞായിരുന്നു അനുചേച്ചിയുടെ പ്രഗ്നൻസി ന്യൂസ് എല്ലാവരിലും എത്തിയത്. പിന്നെ അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടേ ഞാനൊരു ഫോട്ടോയും വീഡിയോ എല്ലായിടും ഇടുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത്. ഇത് നല്ല പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പാണ്. അങ്ങനെ പ്രഗ്നൻസി ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും എനിക്ക് വീട്ടിൽ ട്യൂഷൻ ഉണ്ടായതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചേച്ചിയുടെ അടുത്ത് പോയി നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ മാർച്ചിൽ സ്കൂളൊക്കെ അടച്ച ടൈമിൽ ഞാനൊരു 10-15 ദിവസം ചേച്ചിയുടെ അടുത്ത് പോയി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചേച്ചിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. അത് തന്നെയായിരുന്നു മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും വിളിച്ചിട്ട് പരാതിയായിരുന്നു. എപ്പോഴും തന്നെ പരാതി പറയും, നീ വന്നില്ലല്ലോ അതാ ഇതാന്നൊക്കെ. സാധാരണ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പറയും എനിക്ക് അമ്മയെ പോലാണെന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ചേച്ചി എനിക്കൊരു അനിയത്തിയെ പോലല്ല, എനിക്ക് മോളെപ്പോലൊക്കെയാണ് തോന്നുന്നത്. ഭയങ്കര എന്നേക്കാൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അവൾ. സീരിയസ് ആവേണ്ട കാര്യത്തിൽ നമുക്ക് എല്ലാ സീരിയസ് പോലെ ഒക്കെ ഉണ്ടെങ്കിലും പക്ഷേ കണ്ടോ ഒരുമാതിരി കൊച്ചു പിള്ളേരാണൊക്കെയാണ് ചേച്ചി. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു കാര്യങ്ങളേ ഉള്ളൂ. അത് കുഞ്ഞുനാൾ തൊട്ടേ അങ്ങനെയാണ് കേട്ടോ. അവളുടെ നഖം വെട്ടി കൊടുക്കുന്നതായാലും കാല് ഒക്കെ തേച്ച് വൃത്തിയാക്കി കൊടുക്കുന്നതായാലും ഒക്കെ ഞാനായിരുന്നു. അപ്പം എനിക്ക് ചേച്ചി എന്ന് ഭയങ്കര സംഭവമൊന്നുമില്ല. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട്, മോള്, അനിയത്തി അങ്ങനെയൊക്കെയാണ് എനിക്ക് ചേച്ചിയെ തോന്നുന്നത്. അപ്പം അന്ന് ഭയങ്കര ചൂടുള്ള സമയമായിരുന്നു. നമ്മൾ കഴിഞ്ഞ മാർച്ചിലെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പം നമ്മൾ ചൂടുള്ള ടൈം ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും അവിടെ മാങ്ങയൊക്കെ എപ്പോഴും അവൈലബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് നമ്മൾ ജ്യൂസൊക്കെ അടിച്ചു കുടിക്കും, നമ്മൾ വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും. ചേച്ചി പ്രഗ്നൻ്റ് ആണെങ്കിൽ ഞാനും ഇതൊക്കെ കഴിക്കും കേട്ടോ. അതായിരുന്നു പരിപാടി. ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കാണുന്നത് ചേച്ചിയുടെ ഡെലിവറി കഴിയുമ്പോഴായിരിക്കും. അപ്പോഴത്തേക്ക് മഴക്കാലമാവും. അപ്പം ഈ ഒരു ഫീല് കിട്ടത്തില്ല, അത്രയൊക്കെ ചൂടായപ്പോൾ. സ്വെറ്റിംഗ് ലൈക്ക് ഹെവൻ. ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയുന്ന കണക്ക് തന്നെ ഭയങ്കര ചൂടുള്ള ടൈമായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുമ്പോൾ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. ചെറിയ മഴയൊന്നും അല്ല, ഇപ്പോൾ വയനാട്ടിലെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അത് കണക്ക് മഴയുള്ളൊരു ടൈമിലാണ്. പക്ഷെ അന്ന് ഭയങ്കര ചൂടായിരുന്നു. ദൈവമേ, അടുത്ത വർഷം മാർച്ചൊക്കെ ആകുമ്പോൾ എന്തോ ആയിരിക്കുമോ എന്തോ. അങ്ങനെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ചേച്ചിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ഇതൊന്നും ഞാനല്ല ഉണ്ടാക്കി കേട്ടോ, ഉഴുന്നോടെ ഞാനാണ് ഉണ്ടാക്കിയത്. മറ്റേ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ ഒരു അമ്മ വരുന്നുണ്ട്, പുള്ളിക്കാരി വന്നുണ്ടാക്കുന്നതാണ് അതൊക്കെ. അങ്ങനെ എന്നും രാവിലെ എണീക്കുക, ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക, ഇഷ്ടമുള്ളൊരു സിനിമയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക. അല്ലാതെ എനിക്കവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ചേച്ചിയുടെ കൂടെ ഇങ്ങനെ കമ്പനി അടിച്ച് നടക്കുക, ഇരിക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ കഴിക്കുക. പിന്നെ നമ്മുടെ മൺട്രോത്തുരത്തായതുകൊണ്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഞണ്ടും കൊഞ്ചും കരിമീനും കക്കയൊക്കെ കിട്ടും. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് എന്നും ഉച്ചയ്ക്കൊക്കെ ചോറൊക്കെ കഴിക്കുന്നത്. പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവൾ ഒരിടത്ത് ഇരിക്കത്തില്ല കേട്ടോ. മാർച്ചിൽ ഞാൻ ഉത്സവത്തിൻ്റെ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ എടുത്ത് വെച്ച് കാണണം. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ആ ടൈമിലൊക്കെ അവൾ പ്രഗ്നൻ്റ് ആയി. എന്നാലും എൻ്റെ കൂടെ ഒരു 4 മണി തൊട്ട് 8 മണി വരെയും അത് കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് 12 മണിക്കൊക്കെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോയത്. അതേ കണക്ക് അവൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടായിരുന്നു അവളുടെ പ്രഗ്നൻസി കാലം അവൾ എൻജോയ് ചെയ്തത് കേട്ടോ.
എൻ്റെ പൊന്നാണ് കേട്ടോ. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോണ്ടല്ലോ ഭയങ്കര എനിക്ക് ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നു. പാവം എൻ്റെ കുഞ്ഞ്. ഉറങ്ങുമ്പോൾ ഞാൻ പാട്ടൊക്കെ പാടിക്കൊടുക്കും കേട്ടോ. അത് കേട്ട് അവൾ ഉണരാറാണ് പതിവ്. പീക്കിലോട്ട് കിടത്തി അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. രാത്രി എന്ത് സുഖം. ഇതെല്ലാം ഞാനൊരു വ്ളോഗ് ആക്കാവുന്ന രീതിയിൽ എടുത്തതൊന്നും അല്ല കേട്ടോ. ഞാൻ ഓരോ ദിവസം എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള മൊമെന്റ്സ് കാണുമ്പോൾ ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കും. അല്ലാതെ നമുക്ക് ഒരു ദിവസം തന്നെയല്ല, പല ദിവസങ്ങൾ എടുത്തതാണ് കേട്ടോ. പിന്നെ എന്നും വൈകിട്ട് 3 മണിയാകുമ്പോൾ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ആരും അറിയാതെ ഞങ്ങൾ തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് പോകും. എന്നിട്ട് അവിടെ നടക്കുന്നത് എന്താണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്, നിങ്ങൾ ഞെട്ടും. അങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാവരും പറയാറ്. അപ്പോൾ എന്താണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടതൊന്നുമില്ല. കാരണം നമ്മുടെ തൊട്ടടുത്ത് വീട്ടിൽ എന്താണ് ഒരു മാവുണ്ട്. മാവിൽ മറ്റേ ഉറിഞ്ചി മാങ്ങ വീഴുന്ന മാവുണ്ടല്ലോ, അവിടെ ചെന്ന് ഞങ്ങൾ ഇങ്ങനെ മാങ്ങ പരതും. അവിടെ ഇവിടെയൊക്കെ കിടക്കും എന്ന് പറഞ്ഞാൽ ഒത്തിരി കിടക്കും. രാവിലെയൊക്കെ ചെന്നാൽ ചിലപ്പം എല്ലാവരും വന്ന് പറക്കും. അപ്പോൾ രാവിലെയൊക്കെ ചെന്നാൽ നമുക്ക് ഒത്തിരി മാങ്ങ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഡെയിലി അവിടെ പോയി മാങ്ങ പറക്കുമായിരുന്നു. ഒരെണ്ണാളെ കിട്ടി. ഇത് ഞങ്ങൾ ഒരു ദിവസം എവിടെയോ പോവാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ചേച്ചിയെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരുക്കിയിട്ട് ഹോം സ്റ്റേയിലൊക്കെ കൊണ്ട് നിർത്തി ഫോട്ടോയൊക്കെ എടുപ്പിച്ചായിരുന്നു. ഞാൻ ആ ഫോട്ടോയൊക്കെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ മാങ്ങ പറക്കാൻ പോകുന്ന സീനാണ് കേട്ടോ. ബാക്കിൽ നിന്ന് കണ്ടാൽ ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് പറയത്തേ ഇല്ലല്ലേ. പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞ ചേച്ചി ഒരുപാട് അങ്ങ് വണ്ണം വയ്ക്കുക ഒന്നും ചെയ്തില്ല. എനിക്ക് ഫേസൊക്കെ കണ്ട് നോർമലായിട്ട് പണ്ടത്തെ കണക്ക് ഇരിക്കുന്ന കണക്കാണ് തോന്നിയത്. വണ്ണത്തിലല്ലോ ഹെൽത്തിലല്ലേ കാര്യം. മാങ്ങ കുറഞ്ഞു വരുന്നു മാവില്. ഇതുകൊണ്ടൊരു മാങ്ങ, മാങ്ങ അല്ല വേറെണ്ണം കിടക്കുന്ന. ആ ഉണ്ടടി, ഇപ്പൊ വീണയാ. നമുക്ക് ഭാഗ്യണ്ടേ. അങ്ങനെ അന്ന് നമുക്ക് കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും ഇല്ല, കാരണം കൊച്ചു പിള്ളേരൊക്കെ ഈ മാവിൻ്റെയൊക്കെ ചോട്ടി വന്ന അവസ്ഥ അറിയില്ല, അവർ ഇറങ്ങിക്കിട്ട് പറക്കിക്കൊണ്ട് പോവും. അങ്ങനെ അതൊക്കെ പറക്കൊണ്ട് വന്ന് കഴിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം കുഞ്ഞുണ്ണിയോടെ കളിച്ചു. ആദ്യം ഇങ്ങനെ അവൻ്റെ പുറകെ ഓട്ടമാണ് കേട്ടോ. അവനിങ്ങനെ അധികം തുറന്നു വിടാറില്ല. ഇത് കണക്ക് വൈകുന്നേരം അങ്ങനെ കുറച്ച് നേരം ഇറക്കി കളിപ്പിക്കാറേ ഉള്ളൂ. ഞാൻ പോരുന്ന ദിവസം അഞ്ജലിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അങ്ങനല്ലേ, പിന്നെ കുഴപ്പമില്ലായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. നമ്മൾ സന്തോഷമുള്ള മൂമെൻറ്റ്സ് മാത്രമേ ഞാൻ ക്യാപ്ചർ ചെയ്യാറുള്ളൂ. സങ്കടമുള്ള മൂമെൻറ്റ്സ് ഒന്നും ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ട് അത് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴേ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. സന്തോഷമുള്ളത് കണ്ടിട്ട് തന്നെ വിഷമമാണ്. അപ്പോൾ സങ്കടമുള്ള എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്. അങ്ങനെ താണ്ട് ആദ്യം കുഞ്ഞുണ്ണിയായിട്ടവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവൻ ഓടി ഹോം സ്റ്റേ കയറിയപ്പോഴത്തേക്ക് അണ്ണൻ അവനെ ഓട്ടിച്ച് വിടുന്നതാണ്. അല്ല, ഞാനങ്ങ് മ്യൂട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇതേക്കുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ അഞ്ജലിയുടെ പ്രഗ്നൻസി അങ്ങ് കടന്നുപോയി. ഇപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 28 കഴിഞ്ഞു വാവയുടെ. അപ്പം ഉടനെ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ചേച്ചിക്ക് ഇഷ്ടമുള്ള കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഒരു 10-15 ദിവസം ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. പ്രസൻസ് ഈസ് ദ പ്രസൻറ്റ് എന്നല്ലേ പറയുന്നത്. നമ്മളുടെ ഒരു പ്രസൻസ് ആണ് അവർക്ക് ഏറ്റവും ആവശ്യം. നമ്മൾ വീട്ടിലിരുന്ന് ഫോൺ കോൾ ചെയ്തിട്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നതിനൊക്കെ നല്ല നമ്മൾ അടുത്തിരുന്ന് കാലൊക്കെ തടവിട്ട് സുഖമാണോ മോളെന്ന് ചോദിക്കുന്നതായിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോയിരുന്ന് അവരോടൊന്ന് സുഖമാണെന്ന് ചോദിക്കുക, ഫോണിൽ വിളിക്കാതെ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.